നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം, കവർ സോങ്സ് ചെയ്യാനുള്ള ഭാഗ്യം, പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ചാവുമ്പോ ഈ മാറി നിൽക്കാൻ കൊതിയുണ്ടോ? ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയും ഒരു 2 ദിവസം അറിയുന്നാലോ ഒന്ന്. അല്ല ഞങ്ങൾ രണ്ടുപേരും ഇന്നേ വരെ സോളോ ട്രിപ്പ് പോയിട്ടില്ല. ഇന്നേ വരെ അതായത് ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുക്കും പോയിട്ടില്ലല്ലോ, ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പറയും ഒന്ന് ചെക്കനൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം എന്തായാലും ഇപ്പം അവനവിടെ നിർത്തിക്കൊണ്ട് മോനുണ്ടല്ലോ, ഇപ്പം 1.5 വയസ്സാവുന്നേ ഉള്ളൂ, 1 വയസ്സ് 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെ മാറിക്കണേ നിങ്ങൾ രണ്ടുപേരും 2 ദിശയിലേക്ക് പോകും. ഇപ്പോഴൊന്നല്ല, അതായത് കുറച്ചുകൂടി ഒരു സോളോ ട്രിപ്പ് ഒക്കെ പോണം. എപ്പോഴും ഇത് പറയുന്ന ആരാണ്? നിമ്മിയാണോ അരുണാണോ? ഇല്ല, എപ്പോഴെപ്പോഴൊന്നും പറയില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇടയ്ക്ക് നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉണ്ടാവില്ലേ ഒരു സോളോ ട്രിപ്പ്. അതെ, ഹിമാലയൻ ട്രിപ്പ് ഉണ്ട്. അതെ, അത് ഇടയ്ക്കിടയ്ക്ക് അതില്ലാത്ത ആണുങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? എവിടെയാണ് നിമ്മിയുടെ എവിടെയാണ് ആഗ്രഹം? എനിക്ക് അങ്ങനെ ഗ്രീസ്, ഞാൻ ഹിമാലയത്തിലേക്കൊന്നുമില്ല. ചെറിയ കാറ്, ചെറിയ സ്ഥലം, വലിയ ആഗ്രഹം. ഈ എപ്പോഴും ഈ ആദ്യ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഭാര്യയെ നോക്കി പാടാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ട് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പാടിക്കൊടുത്തിട്ടുള്ളത് മറ്റേ വാലിന്മേൽ പൂവും, പിന്നെ ഒരു കള്ളതോട്ടം 1 2 3 4. ഒരു ദിവസം രാത്രി വിളിച്ചിട്ടേ നമ്മള് റൊമാൻറ്റിക് ആയിട്ട് ചാറ്റ് ചെയ്യല്ലോ, അല്ല സംസാരിക്കല്ലോ. എന്താ ആണോ നാളെ രാവിലെ ഓഫീസിൽ പോകണ്ടേ, എങ്ങനെയൊക്കെ പറയാ. അതെ, ഒരു പാട്ട് പാടിത്തരോ? പാടിത്തരാ. ഗോപു ഏതാ വേണ്ടേ? 1 2 3 4 ഒന്ന് പാടിത്തരുമോന്ന്. അങ്ങനെയല്ല, നമ്മള് ഭയങ്കര മൂഡ് ഒന്ന് ഡൗൺ ആകും, ഉഷാറാവും. ഡാൻസ് നമ്പേഴ്സ് അല്ലേ നോർമലി കേൾക്കാൻ, നമ്മള് ഡാൻസേഴ്സ് അങ്ങനെയാണ്. അത് ഇവർക്ക് ഞാൻ രാത്രി 12 മണിക്ക് കടന്നുറങ്ങുമ്പോ എന്നോട് രസമല്ലേ, ഫണ്ണായിട്ട് പറഞ്ഞ അത് ഞാൻ ഇന്നും അതായത് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ആഗ്രഹം ഓരോ പാട്ട് കേൾക്കാനാണ്. ഒരു പാട്ടുകാരനായ കാമുകനും ഭർത്താവ് എന്ന നിലയിൽ താങ്കൾ ഏത് പാട്ട് പറഞ്ഞാലും പാടി നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ പാട്ട് പാടരുത്. എന്നാൽ ആ പാട്ട് നമുക്കൊന്ന് ഇപ്പൊ ഒന്ന് പാടിയല്ലോ. എന്നാ ആദ്യമായിട്ട് പാടിയ മറ്റേ വാലിന്മേ പൂ. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളീണം, തുന്നിൽ നിന്നവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂ ചോറോ തൂശനില തൻ തുഞ്ചത്തു വച്ച പഴമുറുക്കോ. തിരുനെല്ലി കാവിലേ തിരുനെല്ലി കാവിലേ ചെറുതെച്ചി തേൻപഴം വരു കൽ കണ്ട തേന്മാവിൽ വിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ, സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ. വരുനാറ് പാടാ നീ ഇനി വരും വിഷുനാളിൽ. ഈ പാട്ട് ആദ്യം കേട്ടപ്പോ എന്തായിരുന്നു ആദ്യമായിട്ട് ഈ പാട്ട് പാടി തന്നപ്പോൾ ഉള്ള ഒരു മനസ്സിന്റെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞൊരു അഭിപ്രായം? ഭയങ്കര സ്നേഹം തോന്നി. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ. അതെ, ഈ പാട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടുതലുള്ള ഒരു പാട്ടാ. അതായത് ഒരു കവർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ മോനെ പ്രഗ്നന്റ് ആണ്. അപ്പോഴും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. ഇത് ചെയ്യണം എന്ന് ആരുടെ തീരുമാനമായിരുന്നു ഈ ഒരു പാട്ട് കവർ ചെയ്യണം? ഗോവിന്റെ തന്നെയാ. അത് ആക്ച്വലി ഇതൊക്കെ ഇപ്പോഴും നമ്മളെ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം തിരക്കുകൾ വല്ലാതെ കൂടി. ഇപ്പം മോനും കൂടി വന്നപ്പം എൻ്റെ കാര്യം, നമ്മുടെ കുക്കുവിൻ്റെ കാര്യം, നമ്മുടെ ഒരുമിച്ചുള്ള കാര്യം, മോൻ്റെ കാര്യം, വീട് എല്ലാം കൂടി നോക്കുമ്പം അപ്പം ആക്ച്വലി വൈകി പോയതാണ്. പക്ഷെ വൈകി വന്നിട്ട് പക്ഷെ ചെയ്തൊരു സമയം കറക്റ്റ് ആയിരുന്നു. അതെ.